ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നമ്മളെയും കണ്ട പോലെ തന്നെ ഇന്ന് എൻ്റെ പ്രഗ്നൻസി സ്റ്റോറി ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ പേര് മനീഷ അനൂപ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ പ്രഗ്നൻസി സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് മാസമാണെങ്കിൽ ഫെബ്രുവരിയിലും എൻ്റെ വയസ്സാണെങ്കിൽ 19 വയസ്സുമാണ് കേട്ടോ. യാതൊരു പ്ലാനോ കാര്യങ്ങളോ ഇല്ലാണ്ടാണ് എൻ്റെ പ്രഗ്നൻസി സ്റ്റാർട്ട് ആവുന്നത്. കാരണം നമ്മൾ ഒട്ടും വിചാരിക്കാണ്ടാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത്. അത് പക്ഷേ പെട്ടെന്നുമല്ല എൻ്റെ പ്രഗ്നൻസി മനസ്സിലാവുന്നത്. കാരണം എനിക്ക് എൻ്റെ LMP എന്ന് വെച്ചാൽ ഫെബ്രുവരി 8-ാം തീയതി ആയിരുന്നു. അപ്പോൾ ആ ഒരു ഡേറ്റിലൊന്നും ഞാൻ ആവുന്നില്ല. പക്ഷേ ആ ഒരു ടൈമിൽ എനിക്ക് ഭയങ്കരമായിട്ട് നമ്മൾ എങ്ങനെയാണോ പീരീഡ് ആവുന്നത് അതേപോലത്തെ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഞാൻ നമ്മുടെ അടുത്തൊരു പൂരമുണ്ട്. ആ പൂരത്തിന് ഞാൻ അമ്പലത്തിൽ പോലും പോയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ആവും എന്നുള്ളൊരു പേടി കൊണ്ട്. പിന്നെ പയ്യെ പയ്യെ ആ വേദനയൊക്കെ മാറി. പക്ഷേ എനിക്കിന്ന് പീരീഡ്സ് ആവുന്നില്ല, മെല്ലെ മെല്ലെ ക്ഷീണമായി തുടങ്ങി, ഫുഡ് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നതും ലാബിലാണ്. അപ്പോൾ അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളും കണ്ടപ്പോൾ ഞാൻ വർക്ക് ചെയ്യണ ആ ഒരു ക്ലിനിക്കിൽ ഗൈനക്കോളജി ഉണ്ടായിരുന്നു. ഞാൻ സേതുലക്ഷ്മി ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒറ്റപ്പാലത്തുള്ളത്. അപ്പോൾ മാഡമാണ് പറഞ്ഞത് UPT ചെക്ക് ചെയ്യാൻ. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ധാരണ ഇല്ലാത്തൊരു സമയത്താണല്ലോ. പിന്നെ മെല്ലെ എല്ലാവരും പറഞ്ഞിട്ടാണ് ഞാൻ ലാബിലുള്ള എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞിട്ടാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ഫസ്റ്റ് കാണിച്ചത്, ഞാൻ കുളിക്കാൻ വേണ്ടി കയറുമ്പോൾ നമ്മൾ ഈ കാർഡിൽ നമ്മൾ യൂറിൻ ഡ്രോപ്സ് ആഡ് ചെയ്ത് നോക്കുമ്പോൾ അപ്പോൾ നെഗറ്റീവായിട്ടാണ് കണ്ടത്. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് മെല്ലെ വന്നിട്ട് നമ്മൾ നിരാശയോടെ എന്താ പിന്നെ പീരീഡ്സ് ആവാത്തെന്നുള്ളൊരു നിരാശയോടെ നമ്മൾ കാർഡൊന്ന് എടുത്ത് നോക്കുമ്പോഴാണ് ആ കാർഡ് ചെറുതായിട്ടൊരു ലൈൻ എന്ന് വെച്ചാൽ ലൈറ്റൊരു റെഡ് കളർ സെക്കൻഡ് ലൈൻ കാണിക്കുന്നത്. അപ്പം നമ്മുടെ സംഭവം ഉണ്ടല്ലോ, ഞാൻ പ്രഗ്നൻ്റ് ആണല്ലോ. അപ്പം നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഫീൽ ചെയ്തത്. കാർഡ് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ഫസ്റ്റ് കേട്ടോ, ഇപ്പോൾ ഇതിന് ഒരു 8 വർഷം പഴക്കമുണ്ട്. 2017 ടെസ്റ്റ് ചെയ്ത നമ്മുടെ പണ്ടത്തെ ഒരു UPT കാർഡും കൂടിയാണ് കേട്ടോ അത്. ഇതിലത്തെ ആ മറ്റേ സെക്കൻഡ് ലൈനൊക്കെ മാഞ്ഞിരിക്കണം. ഞാൻ ആ ഒരു ഓർമ്മയ്ക്ക് എടുത്തു വെച്ചതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഞാൻ നോക്കിയ എൻ്റെ ഒരു പ്രഗ്നൻസി കാർഡ്. ഞാനത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു വീക്ക്ലി അല്ലേ, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ബ്ലഡിൽ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യും കേട്ടോ. BETA-HCG എന്ന് പറഞ്ഞ ടെസ്റ്റ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ സെറം വെച്ചിട്ട് UPT കാർഡിൽ ആഡ് ചെയ്തപ്പോൾ എനിക്ക് ക്ലിയർ പോസിറ്റീവായിട്ട് കാണിക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാവുകയും ചെയ്തു. അങ്ങനെ പിന്നെ ഞാൻ ആ BETA-HCGക്ക് കൊടുത്ത് വിട്ട് അത് പിറ്റേ ദിവസം റിപ്പോർട്ട് വരുള്ളൂ. വന്ന് നോക്കുമ്പോൾ എനിക്ക് ഒരു 4 ആഴ്ചയുടെ ഗ്രോത്ത് ഉണ്ട് ബേബിക്ക്. അപ്പോൾ നമുക്ക് 1000 സംതിങ് എന്ന് വെച്ചാൽ ഒരു 4 ആഴ്ച ഒരു ഗ്രോത്ത് ആയിട്ടുണ്ട് ഫീറ്റസ് എന്നുള്ള ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്തായാലും ഞാൻ പ്രഗ്നൻ്റ് ആണ് ഉള്ളതാണ് എന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പിയായി. ഞാൻ വന്ന് ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു. അന്ന് ആ സമയത്ത് ഏട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പോൾ പെട്ടെന്നുള്ളതായതുകൊണ്ട് നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടതെന്നില്ലെങ്കിലും എന്തെന്ന് പറയുക, എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഇതിങ്ങനെ ഒരു കൺഫർമേഷൻ ഇല്ലാത്തൊരു പ്രഗ്നൻസി ആയപ്പോൾ എല്ലാവർക്കും പേടി. പിന്നെ എനിക്കാണെങ്കിൽ എപ്പോഴും BP ഡൗൺ ആയിട്ട് ഞാൻ എപ്പോഴും അഡ്മിറ്റ് ആവലായിരുന്നു. ഡ്രിപ്പ് ഇട്ട് കിടക്കുക ഒക്കെയായിരുന്നു. ക്ലിനിക്കിലായതുകൊണ്ട് വർക്ക് ചെയ്യുക, കുറച്ച് നേരം കഴിഞ്ഞിട്ട് അപ്പുറത്തെ റൂമിൽ പോയിട്ട് ഡ്രിപ്പ് ഇട്ട് കിടക്കുക. ഇതായിരുന്നു എൻ്റെ ഒരു 4-5 മാസം വരെ ഉണ്ടായിരുന്നത്. പിന്നെ ഇത് കൺഫർമേഷൻ കഴിഞ്ഞ മുതൽ പിന്നെ ഫുൾ വൊമിറ്റിംഗ് ആയിരുന്നു കേട്ടോ. BETA-HCG റിപ്പോർട്ട് കൂടി വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ ശരി. അപ്പോൾ ഏട്ടനും, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായതുകൊണ്ട് ഏട്ടനും അമ്മയൊക്കെ കൂടെ വന്ന് നോക്കുമ്പോൾ സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് യൂട്രസിൽ സംഭവം നമ്മുടെ ഗ്രോത്ത് ഒന്നും കാണുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂട്രസിലൊന്നും ഇപ്പോൾ ഗ്രോത്തോ ഒന്നും കാണുന്നില്ല, പക്ഷേ ഇപ്പോൾ അതുള്ളത് ട്യൂബിലാണ്. നിങ്ങൾക്കൊരു ഹോപ്പും വേണ്ട, അത് ചിലപ്പോഴേ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ളൂ, അല്ലെങ്കിൽ നമുക്കത് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. കാരണം യൂട്രസിൽ വെച്ചിട്ട് അത് ഗ്രോത്ത് ആവുകയാണെങ്കിൽ ട്യൂബ് റപ്ചർ ആകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പെട്ടെന്ന് വന്ന സന്തോഷം പെട്ടെന്ന് തന്നെ പോയ പോലെ. ഇനി ഇത് എന്താവും എന്നറിയാതെ അങ്ങനെ പിന്നെ ടാബ്ലറ്റൊക്കെ കഴിച്ച് കുറച്ച് നോക്കിയതിന് ശേഷമാണ് എൻ്റെ പിന്നെ അത് ഓക്കെ ആയിട്ട് യൂട്രസിൽ തന്നെ ആ ഗ്രോത്ത് വന്നിട്ട് പിന്നെ നമ്മുടെ ബേബി വളരാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു സമയങ്ങളിൽ ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ലാബിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു.
അപ്പോൾ എനിക്ക് അവിടെ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. ഹോസ്പിറ്റലാകുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു വയ്യായോ കാര്യങ്ങളോ വരുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. വീട്ടിലായിരുന്നെങ്കിൽ അമ്മ ഫുൾ സപ്പോർട്ടാണ് കേട്ടോ. കാലത്ത് ഞാൻ ഇവിടുന്ന് 7 മണിക്ക് പോകുമ്പോൾ കാലത്തേക്ക് കഴിച്ചിട്ടാണ് പോവുക. പിന്നെ ഒരു 11 മണിക്കൊരു ഫുഡ് ഉണ്ടാവും, പിന്നെ ഉച്ചയ്ക്ക് ഒരു ഫുഡ് ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ ഒരു ഫ്രൂട്ട് തന്നു വിടും, വൈകുന്നേരം ഫ്രൂട്ട് ഉണ്ടാവും. ഫുഡ് കഴിച്ച് ഞാനൊരു 62 കിലോനുള്ള ഒരാൾ മെല്ലെ മെല്ലെ ഓരോ ആഴ്ച എനിക്കിവിടെ അമ്മ ഡ്രസ്സ് തുന്നി തരില്ല. ആ ഒരു അവസ്ഥയായിട്ടോ. കാരണം ഞാൻ അങ്ങനെ വണ്ണം വെച്ച് വന്നിരിക്കും. ഭയങ്കര അത്ര തടിയില്ലാത്ത ഒരാളായിരുന്നു. കല്യാണത്തിൻ്റെ സമയത്ത് കുറച്ച് തടി വെച്ചെങ്കിലും പഠിക്കുന്ന സമയത്ത് ഞാൻ ഒട്ടും തന്നെ തടി ഉണ്ടായിരുന്നില്ല. പിന്നെ വന്നിട്ട് ശരിക്കും എക്സാക്റ്റ് ഡെലിവറിയുടെ സമയത്ത് 84 kg ആണ് കേട്ടോ വന്നത്. പൊതുവേ നമ്മൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ പറയും നമ്മുടെ ഡെലിവറി സമയത്ത് ഒരു 10 കിലോ കൂടണമെന്ന്. പക്ഷെ ഞാൻ നന്നായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് കറുത്തുണ്ടായിരുന്നു. കഴുത്തൊക്കെ വന്നിട്ട് ഭയങ്കര കറുത്ത കളറായിരുന്നു കേട്ടോ. ഇപ്പോഴും ആ കറുപ്പ് കളർ ശരിക്കും പോയിട്ടില്ല. കാരണം ഞാൻ സ്കിൻ കെയർ ചെയ്യാത്ത കൂട്ടത്തിലായതുകൊണ്ടായിരിക്കും ക്ലിയർ ആവാത്തത്. ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബിരിയാണിയും കാര്യങ്ങളും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു കേട്ടോ. പക്ഷേ ആ ഒരു 5 മാസത്തിൽ എനിക്ക് ഒരു ഫുഡും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എപ്പോഴും ഛർദിയായിരുന്നു. കുറച്ച് റിലേറ്റീവ്സ് വന്നു കേട്ടോ. അന്ന് ഇവിടെ അമ്മ ഉണ്ടാക്കിയ ബിരിയാണി എല്ലാവരും കൂടെ കഴിക്കുമ്പോൾ ഞാനന്ന് കഴിച്ചിരുന്ന ഭക്ഷണം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. തൈരും ചോറും പപ്പടും. എന്നിട്ട് അത് കഴിച്ചിട്ട് ഈ ബിരിയാണിയുടെ സ്മെല്ല് കേട്ടിട്ട് ഞാൻ ബാത്റൂം പോയിട്ട് ഛർദ്ദിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ കുറച്ച് ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ടിണ്ടായിരുന്നു. ഒരു 5 മാസം കഴിഞ്ഞ് ഒരു 6 മാസം ആയപ്പോഴേക്കും അതിൻ്റെ ആ സ്മെല്ലിൻ്റെ ബിരിയാണി പിന്നെ എനിക്ക് ഇഷ്ടമാകണം. ഞാൻ ബിരിയാണീൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് അന്ന് ഭയങ്കര സങ്കടം. എനിക്ക് അങ്ങനെ വന്നു. കാരണം നമ്മൾ പ്രഗ്നൻസി സമയത്ത് ഓരോന്നുണ്ടാവല്ലോ. പിന്നെ മൂഡ് സ്വിങ്സിൻ്റെ കാര്യം ഒട്ടും പറയണ്ട കേട്ടോ. വെറുതെ ദേഷ്യവും സങ്കടവും ഒക്കെ വരുമായിരുന്നു. ആ ഒരു പ്രായത്തിൽ നമുക്കിതിനെ പറ്റിയിട്ട് വലിയൊരു ബോധേഡും അല്ല, ഒരു കാര്യവും അറിയില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ അതിനെ പറ്റിയിട്ട് വല്ലാതെ അറിയില്ലായിരുന്നു. ഏട്ടൻ പറയുമായിരുന്നു, നീ പ്രഗ്നൻ്റ് ആയപ്പോൾ നിനക്ക് ഫുൾ ദേഷ്യമായിരുന്നു എന്ന് എപ്പോഴും പറയും. ഞാനത് ശ്രദ്ധിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞാനൊരു ജോലിക്ക് ഒരു 8 മാസം വരെയൊക്കെ ഞാൻ ജോലിക്ക് പോയിട്ടോ. അപ്പോൾ ഞാൻ വലിയ കുഴപ്പമില്ല, ലാബിലാണെങ്കിൽ നല്ല വർക്കുണ്ട്, കാര്യങ്ങളുണ്ട്. ഞാൻ അത്ര വലിയ കെയറോ കാര്യങ്ങളോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഈ ഒരു പൊതുവെ ഞാനൊരു ഭയങ്കര ഒരു പാവത്താൻ പിടിച്ചൊരു ക്യാരക്ടറാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്, അങ്ങനെയല്ല. ആ ഒരു ക്യാരക്ടറിൻ്റെ സമയത്ത് ആ ക്യാരക്ടർ ഉള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് എന്തുണ്ടെങ്കിലും പെട്ടെന്ന് ടെൻഷൻ വരും. ആ ടെൻഷൻ വന്നിട്ട് പ്രഗ്നൻ്റ് ആയപ്പോൾ മുതൽ തുടങ്ങിയതാണ്. ഇങ്ങനെ ഹാർട്ട് ഇങ്ങനെ ടപ്പ് 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 ഇങ്ങനെ ഇടിക്കാൻ തുടങ്ങി. പിന്നെ ഭയങ്കര ടയേർഡാവുക നേരത്തെ. അന്ന് BP ലോ ആയിരുന്നു, കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിലും ഞാനങ്ങോട്ട് ഭയങ്കരമായിട്ട് ക്ഷീണമാവും. പിന്നെ എനിക്ക് മിണ്ടാൻ പറ്റാതെ ഞാൻ ഇങ്ങനെ സൈഡോ. അപ്പോൾ അമ്മയ്ക്കും ഏട്ടനൊക്കെ എല്ലാവർക്കും പേടിയായിട്ട് അവർ വന്ന് ഇങ്ങനെ നോക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ കാർഡിയോളജിസ്റ്റിനെ കാണിച്ചു, എന്താണ് ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ECG എടുക്കാൻ പറഞ്ഞിട്ട് ആ ഒരു പ്രഗ്നൻസി സ്റ്റേജിൽ ഞാൻ ECG എടുത്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിൽ കുഴപ്പമില്ല, എന്നാൽ നമുക്ക് എക്കോ ടെസ്റ്റും കൂടി ചെയ്ത് നോക്കാം, ഇനി ഹാർട്ടിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള PK ദാസ് ഹോസ്പിറ്റലിൽ പോയിട്ട് എക്കോ ടെസ്റ്റ് എടുത്തു. എക്കോ ടെസ്റ്റ് ഒരു കുഴപ്പമില്ല, വെറുതെ ആ പൈസ കൊണ്ട് ചിലവാക്കിയെന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഒരു പേടി മാറാലോ, നമുക്ക് കുഴപ്പമില്ല, നമ്മൾ ഓക്കെ ആണെന്ന് അറിയുമ്പോൾ. അപ്പോൾ അന്നൊക്കെ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ്റെ മുഖമൊക്കെ ഒന്ന് കാണണം. എക്കോ ടെസ്റ്റിന് മുമ്പ് ഇനി എന്താവും അടുത്തടുത്ത് അമ്മയ്ക്കായാലും അതേ ഭയങ്കര ടെൻഷനാണ് കേട്ടോ ഉണ്ടായിരുന്നത്. പക്ഷേ ഞാനെന്ന് പറഞ്ഞാൽ അന്നൊരു ഞാൻ പ്രഗ്നൻ്റ് ആണ്, പക്ഷെ അങ്ങനൊരു മൈൻഡേ എനിക്കുണ്ടായിരുന്നില്ല. ഓക്കെ ഞാൻ പ്രഗ്നൻ്റ് ആണ്, പക്ഷെ നമ്മളിപ്പോഴത്തെ ആൾക്കാർ കെയർ ചെയ്യുന്ന പോലെ കാര്യങ്ങളൊന്നും ഞാൻ അന്ന് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എനിക്ക് അന്ന് അത്ര വലിയൊരു ഇതുണ്ടായിരുന്നില്ല. ഞാൻ അത്ര നമ്മുടെ പ്രഗ്നൻസി ആയാലും മദർഹുഡ് ആയാലും ഞാൻ ഒന്നും എൻജോയ് ചെയ്തിട്ടില്ല. എൻ്റെ ഒരു ക്യാരക്ടറേ എനിക്ക് തന്നെ അറിയാത്തൊരു ക്യാരക്ടറാണ്. എനിക്ക് 8th മന്തൊക്കെ സ്റ്റാർട്ട് ആവാറായപ്പോൾ പിന്നെ ഇവിടുന്ന് ഞാനൊരു 7ാം മാസമായ ലാസ്റ്റ് ആയപ്പോൾ ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ട് വീട്ടിലേക്ക് പോലും. നമ്മൾ 7ാം മാസം, അപ്പോൾ 7ാം മാസം ലാസ്റ്റാണ് കേട്ടോ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതും. അപ്പോൾ ഞാൻ സേതുലക്ഷ്മി ഡോക്ടറെ അടുത്ത് പോയി പറഞ്ഞു, ഞാൻ ഇനി ജോലിക്ക് വരുന്നില്ല, ഞാൻ റിസൈൻ വെച്ചിട്ടുണ്ട്, ഇനി ഞാൻ വീട്ടിലേക്ക് പോകാൻ ഡെലിവറിക്ക് എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ജോലിക്കൊന്നും പോകണ്ട, ഇനി കുറച്ച് റെസ്റ്റ് വേണ്ട സമയമാണ് പറഞ്ഞു. പക്ഷെ അന്ന് എനിക്കത് അത്ര ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല എന്താണ് ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ പോയി 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ കുന്നംകുളത്തുള്ള ചൂണ്ടൽ ഹോസ്പിറ്റൽ, സെൻറ്റ് ജോസഫിൻ്റെ ഒരു ക്രിസ്ത്യൻ ഹോസ്പിറ്റലാണ് കേട്ടോ, ചൂണ്ടൽ ഹോസ്പിറ്റൽ എന്നാണ് പറയുക. ആ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എനിക്കവിടെ നമുക്ക് ലൈക്കർ എന്ന് പറയും വെള്ളം, അത് 12 പാടുള്ളൂ. പക്ഷേ എനിക്കവിടെ ഉണ്ടായിരുന്നത് 16 ഡോക്ടർ ഈ റിസൾട്ട് കണ്ട പാടെ പിന്നെ എന്നെ വീൽ ചെയറിൽ നിന്ന് ഇറക്കിയിട്ടില്ല. എനിക്ക് വീൽ ചെയറിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഒരു എന്തപ്പോൾ അത് വീൽ ചെയറിലൊക്കെ പോകണം എന്നായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഈ നടന്നാൽ ചിലപ്പോൾ ഏത് നേരം
ഡെലിവറി നടക്കും എന്നൊരു സ്റ്റേജ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷെ അതെനിക്ക് ഇവിടുന്ന് കറക്റ്റായിട്ട് പറഞ്ഞു തരാത്തതുകൊണ്ടാണോ എന്താണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ അന്ന് പിന്നെ ഡോക്ടർ പറഞ്ഞു ഇനി മെഡിസിൻസ്, അന്ന് 2 ആഴ്ചയ്ക്ക് തന്നെ 2000 അങ്ങനെ എന്തൊക്കെയോ ടാബ്ലറ്റ്സ് ആയിരുന്നു ഞാൻ കഴിച്ചിരുന്നത്, ഈ വെള്ളം ബ്രേക്ക് ആവാതെ. കാരണം അന്ന് 7 മാസം കഴിഞ്ഞേ ഉള്ളൂ. കാരണം കുട്ടിക്ക് ഒരു 34 ആഴ്ച ആയതിനു ശേഷം, എനിക്കൊരു 34 ആഴ്ചയതിന് ശേഷം നമ്മൾ ഡെലിവറി നടക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ പ്രീമച്ചർ ബേബി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നിന്നത്. വീൽ ചെയറിൽ എന്നെ സ്കാനിങ്ങിന് കൊണ്ടുവരുന്നു ഡോക്ടർ. മെല്ലെ വീട്ടിൽ പോയിട്ട് റെസ്റ്റ്, ഫുൾ കിടക്കണം, ഇരിക്കാനേ പാടില്ല പറഞ്ഞു. ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ അമ്മ ഞാൻ വീട്ടിൽ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നിൻ്റെ ഡെലിവറിക്ക് നോർമൽ ഡെലിവറി ആവാൻ വേണ്ടിയിട്ട് ഞാൻ നെല്ലെടുത്ത് വെച്ചിട്ടുണ്ട് ഉരലിലിട്ട് ഇങ്ങനെ കുത്താൻ വേണ്ടിയിട്ടാണ്. ആ പറഞ്ഞ ആൾ ബെഡിൽ നിന്ന് എണിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കാൻ പോയപ്പോൾ. ഫുൾ റെസ്റ്റ്, ഒരു കുട്ടികളെ എടുക്കാൻ പറ്റില്ല, ഒന്നും പറ്റാത്ത നമ്മൾ ഫുൾ റെസ്റ്റ്, എപ്പോഴും കട്ടിൽ കിടന്ന് റീൽസ് കാണലായിരുന്നു. ആ ഒരു സമയമായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊരു 9 മാസമൊക്കെ ആയപ്പോൾ കച്ചകൊണ്ടൽ എന്നുള്ള സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പലഹാരവും കാര്യങ്ങളൊക്കെ കൊടുന്ന് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പേരൊക്കെ വന്ന് ഞങ്ങളന്ന് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കഴിച്ചു. അന്ന് തന്നെ ഞാൻ എൻ്റെ മാമൻ്റെ വീട്ടിൽ പോയി. കാരണം എൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ വണ്ടി വരാൻ കുറച്ച് സൗകര്യക്കുറവുണ്ട്, എന്നുവെച്ചാൽ കാർ കേട്ടോ കുറച്ചങ്ങോട്ട്. അപ്പോൾ മാമൻ്റെ വീട്ടിലാണെങ്കിൽ തൊട്ടടുത്താണ് ഹോസ്പിറ്റൽ. അപ്പോൾ നമുക്ക് വേഗം എന്ത് വൈകുന്നാലും പോവാം, ഒരു മാസം നമുക്ക് മാമൻ്റെ വീട്ടിൽ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഷിഫ്റ്റ് ആവുക ചെയ്തത്. ഞാനും അമ്മയും. അവിടെ മാമനുണ്ട്, മാമമ്മ ഉണ്ട്, എൻ്റെ ആൻറ്റി. അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് ആൻറ്റിയുടെ വീട്ടിലാണ് കേട്ടോ മാമൻ്റെ ഭാര്യ. പിന്നെ അവിടെയായിരുന്നു. പിന്നെ ഏത് സമയം എനിക്ക് ഒരു വെള്ളം കൂടുതലുള്ളതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇത്രയും കെയർ ചെയ്ത് നമ്മൾ അവിടെ പോയത്. ആ ഒരു സമയത്ത് മാമൻ്റെ വീട്ടിലുള്ള സമയത്ത് എനിക്ക് ഇപ്പോഴും ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആവും കേട്ടോ. എനിക്കിങ്ങനെ യൂറിൻ ഇൻഫെക്ഷനായിട്ട്. അപ്പോൾ അതൊരു ഞാനും അമ്മയും പോയി അഡ്മിറ്റ് ആവും, ഒരു 4 ദിവസം അഡ്മിറ്റ് ആവും, ആൻറ്റിബയോട്ടിക് എടുക്കും, പോരും. നല്ല രസമായിരുന്നു കേട്ടോ. ഹോസ്പിറ്റലിലുള്ള സമയം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ അഡ്മിറ്റ് ആകുമ്പോൾ കാലത്ത് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഞാനും അമ്മയും മെല്ലെ പോയി ക്യാൻറ്റീനിൽ പോവുക, ഫുഡ് കഴിക്കുക, വരിക, ഫോണിൽ കളിക്കുക, വർത്താനം പറയുക, ഇങ്ങനെയൊക്കെ ഒരു ലൈഫായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിലുള്ളപ്പോൾ. ഒരു ദിവസം അവിടുത്തെ സിസ്റ്റർ കാണും, നിങ്ങൾ അഡ്മിഷനുള്ള പേഷ്യൻ്റ് അല്ലേ, നിങ്ങൾ എന്തെങ്കിലും നടക്കണമെന്ന് ചോദിച്ചിട്ട് അവിടുത്തെ ഒരു സിസ്റ്റർ ചീത്ത പറഞ്ഞിട്ട് പിന്നെ ഫുഡൊക്കെ അമ്മ കൊടുന്ന് റൂമിലെത്തിക്കും, നിങ്ങൾ ഇനി പോകണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, പിന്നെ ആ പോക്കും വെള്ളത്തിലായി. എന്നാലും രസമായിരുന്നു കേട്ടോ. കുറച്ച് ദിവസം ഞാൻ എൻജോയ് ചെയ്തു. കുളി കഴിഞ്ഞ് ഇങ്ങനെ നടന്ന് ക്യാൻറ്റീനിൽ പോയി മസാല ദോശ കഴിക്കുക, പഴംപൊരി കഴിക്കുക, ചായ കഴിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു അത്. അങ്ങനെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അഡ്മിഷൻ ആവുമെന്ന് പറഞ്ഞല്ലോ, ഒരു 3-4 പ്രാവശ്യം അഡ്മിഷൻ ആവും. ഞാൻ ഇങ്ങനെ വന്ന് അഡ്മിറ്റ് ആകുമ്പോൾ വീട്ടിൽ നിന്ന് വരും കേട്ടോ, ഡെലിവറി ആയി ഉണ്ടാവും. എന്നിട്ട് ഓടി വരും അച്ഛനും അമ്മയും. കാരണം ഒറ്റപ്പാലത്ത് നമ്മുടെ അവിടെ നിന്ന് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരം ഉണ്ട്, പെട്ടെന്നൊന്നും എത്താൻ പറ്റില്ല. അവരാണെങ്കിൽ ടെൻഷൻ അടിക്കും, ആയോ എന്താണ് എന്നൊക്കെ വിചാരിച്ചിട്ട്. കാരണം ഞാൻ പൊതുവെ പേടിയുള്ള ക്യാരക്ടർ നന്നായിട്ട് അറിയാം എല്ലാവർക്കും. അപ്പം എന്നെ നന്നായിട്ട് എല്ലാവരും കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഡേറ്റ് EDD വന്നിട്ട് നവംബർ 14 ആയിരുന്നു കേട്ടോ 2017. പക്ഷേ ഞാൻ അതിൻ്റെ മുന്നേ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇവിടെയായിട്ട് ഉച്ച നേരമൊക്കെ കയ്യിന് പൊന്തിക്കാനേ പറ്റില്ല, ഭയങ്കര വേദന, ഭയങ്കര കനായിട്ട് ഈ 2 ഇവിടെയും ഫീൽ ചെയ്യാറുണ്ട്. നോക്കുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ വട്ടത്തിൽ കഴലകൾ കുറേ ഉണ്ടാവും. അപ്പോൾ ഞാൻ മെല്ലെ ഇങ്ങനെ ഉടയ്ക്കും. കാരണം ഏത് നേരം അഡ്മിഷനാണ് എന്നെ ഇതുകൂടി പറഞ്ഞാൽ അമ്മ എന്നെ കൊണ്ടിട്ട് വേഗം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നു. പേടിച്ചിട്ട് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ സ്റ്റോറി ഇനി എൻ്റെ ഡെലിവറി സ്റ്റോറിയിൽ വരും കേട്ടോ. ഇതിൻ്റെ ബാക്കി കണക്ഷൻ അവിടെയാണ് കിടക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ആ സ്റ്റോറിയും കൂടി അപ്ലോഡ് ചെയ്യുമ്പോൾ കാണാൻ മറക്കരുത് കേട്ടോ. പിന്നെ എൻ്റെ ഒരു നവംബർ 14 എൻ്റെ ഡേറ്റ് ഉണ്ടായിരുന്നത്. ഞാൻ നവംബർ 5 അഡ്മിഷനായിട്ട് നവംബർ 9 നമ്മുടെ ഉണ്ണിക്കുട്ടനെ കയ്യിൽ കിട്ടി. അപ്പം ഞാൻ ഡെലിവറി സ്റ്റോറി ആയിട്ട് അടുത്ത് വരുന്നതായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.